മൈക്കിളും അയാളുടെ അച്ഛനായിട്ടുള്ള ജോസഫും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സിനിമയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ആക്കി ചൂസ് ചെയ്തു എന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇതിന്റെ മേക്കേഴ്സിന്റെ ധൈര്യമില്ലായ്മയെ പുറത്തു കാണിക്കുന്നത്. സക്സസ് എന്നതിന്റെ പാരമ്യതയിൽ എത്തിയതിനു ശേഷം മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നത് ഈ സിനിമയിലില്ല. ഒരു സംവിധായകൻ ഒരാളുടെ ബയോപിക് ഉണ്ടാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ ഏത് ഭാഗം ചൂസ് ചെയ്യണം എന്നത് തീർച്ചയായിട്ടും സംവിധായകന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ ഇവർ ചൂസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് പോലും മൈക്കിൾ ജാക്സനെ നിഷ്കളങ്കനും നിസ്വാർത്ഥനുമായിട്ട് പ്രൊജക്ട് ചെയ്യാൻ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ മൈക്കിൾ വിസിറ്റ് നടത്തുന്നതിന്റെ രംഗങ്ങൾ ഒന്നിലധികം തവണ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ത്രില്ലർ അടക്കമുള്ള മ്യൂസിക് വീഡിയോ ഡയറക്ട് ചെയ്യുന്നവരോട് ഷോട്ട് എങ്ങനെ വെക്കണം എന്ന് മൈക്കിൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഗ്യാങ് വാറുകളിലൂടെ പരസ്പരം കൊല്ലുന്ന കറുത്ത വർഗ്ഗക്കാരെ യുണൈറ്റ് ചെയ്യിക്കുന്ന വ്യക്തിയായിട്ട് മൈക്കിളിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ജോൺ ബ്രാങ്ക എന്ന വ്യക്തിയെ മൈക്കിൾ എങ്ങനെയാണ് സ്വന്തം മാനേജറായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ സീനും ഈ പടത്തിലുണ്ട്. രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജോൺ ബ്രാങ്ക ഈ പടത്തിന്റെ നിർമ്മാതാവാണ്. ഞാൻ മേൽപ്പറഞ്ഞ രംഗങ്ങളുടെ എല്ലാം എഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമൂഹം തെറ്റിദ്ധരിച്ച ഒരു മഹാനായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് യാതൊരു ഡെപ്തും ഇല്ലാതെ പറയുന്ന ഒരു കോർപ്പറേറ്റ് ഫിലിമിന്റെ നിലവാരത്തിലേക്ക് ഈ സിനിമയുടെ ക്രാഫ്റ്റ് പോകുന്നുണ്ട്.